എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മോഹിനി കല്ലിലെ പവിത്രയുടെ തുണിയെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കനകം വന്നു. കനകം വന്നിട്ടുണ്ട്, ഇങ്ങനെ തന്നെ നന്നായിട്ട് കഴുകണമെന്ന് പറയണം. പെട്ടെന്ന് കനകമ്മയോട് മോഹിനി ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊന്ന് നനയ്ക്കാൻ പറയണം. ഞാൻ കല്ലെ തുണി കഴിയാനോ? അയ്യോ അത് പറ്റില്ല. അതെ, അരുതി കൊച്ചമ്മയുടെ കാലേ തേക്കാനുള്ള തൈല് ഞാൻ കാച്ചിക്കൊണ്ടിരിക്കുക എന്ന് പറയണം. ഇത് കേട്ടത് മോഹിനി പറഞ്ഞു, നിങ്ങളിപ്പോ തൈലം കാച്ചിയ തന്നെയാണോന്ന് ചോദിക്കും. ഇന്ന് നോക്ക്, എന്റെ കൈ തവി ഇരിക്കുന്നുണ്ടല്ലേ, ഞാൻ തൈലം കാച്ചിക്കൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമല്ലോ, അപൂർവമായിട്ടുള്ള കാഴ്ചകളല്ലേ. ഇപ്പൊ എല്ലാരും വാഷിംഗ് മെഷീനകത്തുള്ള തുണി കഴുകുന്നേ. കുറെ തുണിയും കൊണ്ടേ ഇടും, കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇടും, അതോടുകൂടി തീർന്നു. പിന്നെ അതിങ്ങനെ ചുമ്മാ കഴിയും ഇങ്ങോട്ട് വരും. അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറയണം. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അലക്കലുകളൊക്കെ വെള്ളം കാണാറുണ്ടോ? അവരും കുതിക്കുന്നുണ്ടായിരിക്കും, ആരെങ്കിലും വന്ന് തുണി കഴിയാൻ മതിയായിരുന്നൊക്കെ. ഇത് കേട്ടോ മോഹിനി പറഞ്ഞു, നിങ്ങൾ കൂടുതൽ തത്വമൊന്നും പറയണ്ടെന്ന് പറയണം. പെട്ടെന്ന് എന്ന് പവിത്രയുടെ അടുത്ത് നിന്നിട്ട് കനക പറഞ്ഞു, അതെ കനകം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും പവിത്രേ, നീ ഒരു റീൽസ് എടുക്കാൻ പറയണം. റീൽസാ? അതെ, ഈ ഏതാണ്ട് ഈ ഗ്രാമിലോ ഫേസ്ബുക്കിലോ ഏതാണ്ട് റീൽസ് അല്ലേ നിൽക്കൂ, ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യമാണോ തള്ളി ഉദ്ദേശിച്ചത്, അത് തന്നെയെന്ന് പറയണം. ഒരു റീൽസ് എടുക്കാൻ പറയും. വേണ്ട എനിക്ക് പറ്റില്ല, അമ്മ കണ്ടിട്ടുണ്ടെങ്കിലേ അമ്മ ചീത്ത പറയുമെന്ന് പറയണം. വെറുതെ എന്തിനാ ചീത്ത കേൾപ്പിക്കുന്നത്? ഇടി, നിന്നോട് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, മര്യാദയ്ക്കും റീൽസ് എടുത്തോണം. ഒരു പാട്ടൊക്കെ ഇട്ട് എടുക്കില്ലേ, അതുപോലെ അങ്ങ് എടുത്തോണം എന്ന് പറയണം, അല്ലെങ്കിൽ നിന്നെ ശരിയാക്കുമെന്ന് പറയാം. അങ്ങനെ അവസാനം പവിത്രയ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. കനകമ്മ എന്ത് ചെയ്യുവാണ്, മോഹിനി തുണി എഴുതുന്നതിന്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യുവാണ്. കാരണം ഈ അലക്കുന്നതൊക്കെ കിട്ടുകയും ചെയ്യണം, തന്നെ ഡാൻസ് വൈറലാകുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ജഗന്നാഥൻ വരുന്നത്. ജഗന്നാഥൻ ഈ കാഴ്ച കണ്ടു. മോഹിനി തുണി അലക്കുന്നു, ജോലിക്കാരെ ഡാൻസ് ചെയ്യുന്നു. കൊള്ളാലോ. പെട്ടെന്ന് ജഗന്നാഥൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കണം. പവിത്ര പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തു. അല്ല, എന്താ ഇവിടെ നടക്കണേന്ന് ചോദിക്കുകയാണ്. പിന്നീട് കനകമ്മ എടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ മോഹിനിയെ കൊണ്ട് തുണി കഴിപ്പിക്കണം എന്ന് ചോദിക്കാം. അത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ. എന്ത്, മോഹിനിയെ കൂടെ തുണി കഴിക്കണമെന്നോ? പെട്ടെന്ന് മോഹിനി പറഞ്ഞു, ജഗന്നാഥേട്ടാ അതല്ല, പവിത്രയുടെ തുണിയൊന്നും വാഷിംഗ് മെഷീൻ അകത്തിട്ട് കഴിയുള്ളെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ കല്ലേ തന്നെ നല്ല വൃത്തിക്ക് കഴിയെടുക്കണമെന്നോ, അതുകൊണ്ടാണ് ഞാനെന്ന് പറയണേ. അതിന് അവരോട് പറഞ്ഞാൽ പോരെ കനകമ്മയോട്, അവരെ പിന്നെ എന്തിനാ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്, ഈ ജോലികളൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കും. അത് അവര് ഏട്ടത്തേക്കുള്ള തൈലം കാച്ചിക്കൊണ്ടിരിക്കുമെന്നാണ്. തൈലം കാച്ചണോ? നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ, തൈലം കാച്ചിക്കൊണ്ടിരിക്കും. എടി, തൈലമൊക്കെ പുറത്തുനിന്നല്ലേ വാങ്ങുന്ന, ഏടത്തേക്ക് കാലത്തേക്കാളെ ഇന്നെല്ലാം കൂടെ ഞാൻ പുറത്തുനിന്നാണോ വാങ്ങിച്ചോണ്ട് വന്നേ, പിന്നെ എങ്ങനെ ഇവര് കാച്ചണേന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ അതാണ് കാര്യം, തനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നാണ്. ആ സമയം മോഹിനി പറഞ്ഞു, അവരുടെ കയ്യില് കണ്ടില്ലേ തവിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, തൈലം കാച്ചിക്കൊണ്ടിരിക്കുവായിരുന്നു അവരെന്ന് പറയാം. നീ ഒന്ന് പോടി മോഹിനി, അതൊക്കെ വെറും നമ്പറില്ല അവരുടെ, അവര് തൈലം കാച്ചൊന്നും അല്ലായിരുന്നു. ശരിയാണോ കനക പറഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാന് അല്ലായിരുന്നു പറയണ, തൈലം കാച്ചണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ തവി എടുത്തോണ്ട് വന്നാന്ന് പറയണ, കേട്ടില്ലേ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യുക, നീ ആ തുണിയൊക്കെ അവരുടെയിലേക്ക് കൊടുക്കുക, അവര് കഴുകട്ടെ എന്ന് പറയാം. അല്ല സാറേ, അത് പിന്നെ ഞാൻ കഴുകാൻ പറയണം. അവസാനം കനകമ്മ അവിടെ നിന്ന് കഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും പറഞ്ഞു, അതെ പവിത്രയുടെ തുണി കഴുകി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ എല്ലാവരുടെ തുണിയും എടുത്തുകൊണ്ടിരും, അത് മുഴുവൻ കഴുകണമെന്ന് പറയണം. അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്ന അവസ്ഥയായി പോയി കനകമ്മയ്ക്ക്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് ഇങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ച് നന്ദു നിൽക്കുകയാണ്. അപ്പം നന്ദുവിൻ്റെ അടുത്തേക്ക് ഗൗതം വന്നിട്ട് പറഞ്ഞു, അല്ല മോന് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. എന്ത് പ്രാക്ടീസ്? അല്ല, റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യണ്ട. വേണ്ടോ അപ്പ, എന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടാൽ മതി എന്ന് പറയാണ്. അതൊന്നും ശരിയാകത്തില്ല, മോനും പപ്പ പ്രാക്ടീസ് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് കാലയിലെ ബ്രേസൽസ് ഒക്കെ ഊരുവേണം. പപ്പ പതുക്കേന്ന് പറയണം. എന്താ മോനെ, മോൻ എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കും. അതല്ല, അമ്മയാണെ കുഴപ്പമില്ലായിരുന്നു, അമ്മയല്ലേ സാധാരണ ഇതൊക്കെ ചെയ്യുന്നേ, പപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ സമയമില്ലല്ലോ, പപ്പ ഡ്യൂട്ടിക്ക് പോയില്ലെന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പപ്പ ചെയ്യേണ്ടെന്ന്, പപ്പയ്ക്ക് അറിയാവുന്ന പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, നീ എന്താ നന്ദു അങ്ങനെ പറയേ, നീ എന്നെ അത്ര കൊച്ചായിട്ടാണോ കാണുന്നേ? വേണ്ട കേട്ടോ, ഒന്നുമല്ലേലും ഞാനൊരു IPS ഉദ്യോഗസ്ഥനല്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ കാലിലേക്ക് അഴിച്ചു കഴിയുമ്പോഴത്തേനും നന്ദുവിനോട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, എന്റെ മോൻ അവിടെ നിന്ന് ഓടി വരണമെന്ന് പറയണം. അങ്ങനെ വീടിന്റെ അകത്ത് ഹാളിൽ ഒരു സൈഡിൽ നിൽക്കുകയാണ് ഗൗതം. പിന്നീട് നന്ദുവിനെ കൊണ്ടൊരു സൈഡിലേക്ക് നിർത്തിയിട്ട് അവിടെ നിന്നോട് തൻ്റെ അടുത്തേക്ക് വരെ ഓടി വരണമെന്ന് പറയണം. ഒരു 20 സെക്കൻഡ് സമയം കൊണ്ട് ഇവിടെ ഓടി വരണമെന്ന് പറയാം. ഇത് കേട്ടോ നന്ദുവിന് ആകെപ്പാടെ വെപ്രാളമായി. അല്ലെങ്കിലുണ്ടല്ലോ മോന് ജയിക്കാൻ കഴിയില്ല, കാരണം മോനേക്കാളും കൂടുതൽ നന്നായിട്ട് ഓടുന്നവർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മോന് സമ്മാനമൊന്നും കിട്ടത്തില്ല എന്ന് പറയാം. അത് കേട്ടപ്പോൾ നന്ദുവിന്റെ മനസ്സിടിഞ്ഞു, തന്നെക്കാളും കൂടുതൽ ഓടുന്ന കുട്ടികൾ അങ്ങോട്ടേക്ക് വരുവോ, അപ്പൊ താൻ കഷ്ടപ്പെടുന്ന നമുക്ക് വെറുതെ ആവോ? നന്ദ ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞില്ലോ, ഡോക്ടർ പറഞ്ഞു എനിക്ക് ഉറപ്പായിട്ട് സമ്മാനം കിട്ടുമെന്ന് പറയണേ. പപ്പ പറഞ്ഞു ഇങ്ങനെ പറയണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പപ്പ പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും ഇനി
അല്ല പപ്പ ഇപ്പൊ പറയുന്ന പോലെ എനിക്ക് ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ ഓർത്ത് നന്ദുവിന് ആകെപ്പാടെ വിഷമായി. ഈ സമയം ഗൗതം പറഞ്ഞു, നന്ദുമോനെ നീ ഇങ്ങോട്ട് വാ, ഓടി വരാൻ പറയണം. വേണ്ട പപ്പ എന്ന് പറയണം. എന്ത് പറ്റും മോനെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയണം. പിന്നെ എന്താ ഓടി വന്നാല്? വേണ്ട പപ്പ എന്ന് പറയണം. ഓഹോ, അപ്പൊ ഞാൻ നിനക്ക് പ്രാക്ടീസ് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കത് വേണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പൊ നിനക്ക് നിന്നെ നന്ദ ഡോക്ടർ തന്നാ മതിയല്ലേ എന്ന് ചോദിക്കുക. അപ്പൊ പപ്പായുടെ ഇഷ്ടമില്ലല്ലോ. ഇത് കേട്ടോ നന്ദുമോൻ വീണു. ശരി ഞാൻ ഓടി വരാന്ന് പറയണം. അങ്ങനെ നന്ദു അങ്ങ് ഓടി വരുവാണ്. ഓടി വരണ സമയത്ത് നന്ദു പെട്ടെന്ന് അവിടെ കാൽ സ്ലിപ്പായി അങ്ങോട്ട് വീഴുവാണ്. പപ്പ ഞാൻ വീണെന്നും പറഞ്ഞ് നന്ദു നിൽക്കുകയാണ്. പക്ഷെ ഗൗതം അങ്ങോട്ടേക്ക് ചെന്നില്ല. ഗൗതം പറഞ്ഞു, അതെ എഴുന്നേറ്റ് വാ, നീ അവിടെ തന്നെ കിടക്കല്ലേ എന്ന് പറയണം. പപ്പ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കാല് നല്ല വേദന എടുക്കണം ഉണ്ടെന്ന് പറയണം. നന്ദു നീ വെറുതെ അഭ്യാസം കാണിക്കാനെങ്കിൽ എഴുന്നേറ്റ് വരാൻ പറയണം. അപ്പോഴേക്കുമാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. പിങ്കി കാഴ്ച കണ്ടു. പിങ്കിക്ക് സഹിക്കാൻ പറ്റുമോ? പിങ്കി നന്ദൂട്ടാന്ന് പറഞ്ഞ് ഓടിപ്പോയ നന്ദുവിനെ എഴുന്നേപ്പിക്കുകയാണ്. പിന്നീട് ഗൗതത്തിനോട് ചോദിച്ചു, എന്ത് പണിയാ ഗൗതം കാണിച്ചേ? ഗൗതം എന്തിനാ ഇവനെ എഴുന്നേപ്പിക്കാത്തെന്ന് ചോദിക്കാം. അത് പിന്നെ അവൻ തന്നെ എഴുന്നേറ്റോളും, നീ അതിന്റെ ഇടയ്ക്ക് കയറി അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറയണം. അവനിപ്പോ കുഴപ്പമൊന്നുമില്ല, അവന് പ്രാക്ടീസ് ചെയ്താൽ മതി, റേസിൽ പങ്കെടുക്കാനൊക്കെ പറ്റുമെന്ന് പറയണം. അപ്പോഴേക്കും പിങ്കി വന്നിട്ട് പറഞ്ഞു, വേണ്ട ഗൗതം, ഗൗതത്തിന്റെ പോലീസ് ചിട്ടി ഒന്നും അല്ല കുട്ടിയെ ഏൽപ്പിക്കേണ്ട, ഇവന്റെ കുഞ്ഞു കുട്ടിയല്ലേ, ഇവൻ ആ രീതിക്ക് വേണം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. ഗൗതം ഒരു കാര്യം ചെയ്യാം, ആ നമ്പർ ഇങ്ങ് തരാൻ പറയണം. എന്തിന്റെ നമ്പര്? അല്ല നന്ദയുടെ നമ്പര്, നന്ദയുടെ അടുത്ത് പ്രാക്ടീസിന് വിട്ടാൽ മതി എന്ന് പറയണം. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും പിങ്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അവന്റെ കാല് പൊട്ടി ചോര വരുന്നുണ്ട്. കണ്ടില്ലേ ഗൗതം, വെറുതെ അല്ലേ ഇവൻ കാല് വേദനിക്കുവാന്ന് പറഞ്ഞേ. മോൻ വാന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം ആ കാലിലേക്ക് ഒന്ന് മരുന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം ഗൗരിമോള് ഭയങ്കര ജോലിയിലായിരുന്നു. അങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കണം. ഗൗരിമോളുടെ അടുത്തേക്ക് നന്ദ വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യമായിട്ട് ഭയങ്കര ജോലിയിലാണല്ലോ എന്ന് പറയണം. അപ്പൊ അവിടെ ഇരുന്നൊരു പേപ്പർ ഗൗരിമോള് തിരിച്ചു വെക്കുന്നുണ്ട്. ഒന്നുമില്ല അമ്മയെന്ന് പറയണം. അല്ല കാര്യമായിട്ട് എന്തോ ഉണ്ട്? ഒന്നുമില്ലാതെ ഇവിടെ ഇരുന്ന ഇങ്ങനെ എന്തോ എഴുതി എഴുതി കുത്തിരിക്കില്ലോ. അത് പിന്നെ ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുമായിരുന്നു അറിയണം. പ്രോജക്റ്റോ? നീ കുറച്ചു ദിവസം അല്ലേ സ്കൂളിൽ പോയിട്ട്, പിന്നെ നീ എന്ത് പ്രോജക്റ്റാ ചെയ്യുന്നതെന്ന് ചോദിക്കും. അല്ല അത് പിന്നെ അമ്മ ഞാൻ വേറൊരു പ്രോജക്റ്റ്. എന്ത് പ്രോജക്റ്റ് ആണല്ലേ അമ്മ അറിയണമല്ലോ, അമ്മ അറിയത്തില്ലാത്ത പ്രോജക്റ്റ് ഏതാ നിൽക്കുന്ന ചോദിക്കണം. ഇത് കേട്ടതും കെവിര് പറഞ്ഞു, അതൊക്കെ ഉണ്ട്, അമ്മ എന്തിനാ അറിയണേ? അമ്മ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കാറില്ലല്ലോ. ഞാനിപ്പം സ്വയം പര്യാപ്തത നേടിയ കുട്ടിയല്ലേ, എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാമല്ലേ, എനിക്ക് ഇത്തിരി സ്വാതന്ത്ര്യം വേണമെന്ന് പറയാം. ആഹാ അത് കൊള്ളാലോ, നിനക്ക് സ്വാതന്ത്ര്യം വേണം ഈ ചെറിയ പ്രായത്തിലല്ലേ? അതെ അതിന് സമയമാകുമ്പോൾ ഞാൻ തന്നോളാം, തലക്കാലത്തേക്ക് ഇതും വേണ്ട, ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയണോ? അതും തമ്മ അങ്ങനെ പറഞ്ഞേ, നീ ആദ്യം അത് എന്താന്ന് കാണിക്കാൻ പറയണം. കാണിക്കാൻ പറഞ്ഞപ്പോ തന്നെ ഗൗരിയുടെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് എന്തോരം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് നോക്കുവാണ്. ഒരു പ്ലക്കാർഡായിരുന്നത്. ഞാൻ അനാഥനാണ്, എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിച്ചോണ്ട്. നിനക്ക് എന്താ ഗൗരി, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്താമേ? അല്ല നീ അനാഥയാണോ, നിനക്ക് ഞാനില്ലേന്ന് ചോദിക്കുക. പിന്നെ നീ എന്തിനാ അനാഥയാന്ന് പറഞ്ഞേ? ഞാൻ പ്രസവിച്ച എന്റെ കുട്ടിയാ നീ എന്ന് പറയാ. അമ്മ ഞാൻ എന്റെ കാര്യമല്ലേ പറഞ്ഞേ, പിന്നെയോ നന്ദുവിന്റെ കാര്യമോ പറഞ്ഞേന്ന് പറയണം. ഇത് കേട്ടോ നന്ദിക്ക് ഒരു നിമിഷം ടെൻഷനായി. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ, നീ എന്താ ഇങ്ങനെയൊക്കെ എഴുതിയെന്ന് ചോദിക്കണം. അത് പിന്നെ പ്ലക്കാർഡ്, പ്ലക്കാർഡും പിടിച്ചോണ്ട് ഇനിയിപ്പം അങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങാനായിട്ടായിരിക്കും. അപ്പൊ ആൾക്കാരെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇത് ഉയർത്തി കാണിക്കാനായിരിക്കുമല്ലേ. നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഇങ്ങനെ ഒന്നും ചെയ്തിട്ട് വല്ല പ്രയോജനമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറ്റൂമേ, ഞാൻ അല്ലേ പറയണേ. നീ എന്ത് വേണം ചെയ്യേ, ഞാൻ ഇന്ന് കൂടുതലൊന്നും പറയുന്നില്ല. നന്ദ അത്ര കാര്യമായിട്ട് എടുത്തില്ല, ഗൗരിയുടെ തമാശയാണെന്നൊക്കെ മാത്രമേ കരുതിയുള്ളൂ. അല്ലെങ്കിൽ നന്ദുവിന് ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ലോ. അപ്പൊ പിന്നെ ആ കാര്യത്തിലൊരു ടെൻഷൻ വേണ്ട എന്നൊക്കെ കരുതിയിട്ട് നന്ദ അങ്ങോട്ടേക്ക് പോകണം. ഗൗരിമോൾ അത്തേലേക്ക് നോക്കി വീണ്ടും അത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കുവാണ്. ഈ സമയം പിങ്കി നന്ദുവിന്റെ കാലിലേക്ക് മരുന്നൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുക. പിന്നീട് നന്ദുവിനോട് പറഞ്ഞു, പോട്ടെ മോനെ സാരമില്ല എന്നൊക്കെ പറയണ. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, എന്തിനാ നീ ഇത്രയെങ്കിലും പറയുന്നേ? അവൻ അടുത്ത ദിവസം റേസിംഗ് പങ്കെടുക്കാനുള്ളല്ലേ, നിന്നെ കൊണ്ട് സാധിക്കും മോനെ. പാപ്പ പ്രാക്ടീസ് തരാന്ന് പറയണം. വേണ്ട പാപ്പ, എനിക്ക് ആള് നല്ല വേദനിക്കുന്നുണ്ടെന്ന് പറയണം. പിങ്കി പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നേ? അവന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെക്കാം എന്ന് പറയണം. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, റേസിൽ പങ്കെടുക്കണ്ടെന്നോ? അതെ, അല്ലെങ്കിൽ തന്നെ അവനിപ്പോ കണ്ടില്ലേ കാല് മേലാന്നല്ലേ പറയണേ, പിന്നെ എങ്ങനെയാ അവനെ കൊണ്ട് പങ്കെടുപ്പിക്കുന്നേ? അവനിനി ഓടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം. ഗൗതം അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഗൗതം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം പിങ്കി പറഞ്ഞു, ഗൗതം ഞാൻ പറഞ്ഞില്ല, ആ നന്ദയുടെ ഫോൺ ഇങ്ങോട്ട് ആട്ടെ, ഞാൻ നന്ദനെ വിളിക്കാം, അവളുടെ കാല് പിടിച്ചിട്ടാണ് ശരി, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് പറയണം. ഇതോടെ ഗൗതം പറഞ്ഞു, വേണ്ട, ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. നന്ദയുടെ അടുത്ത് ചികിത്സ വേണമെന്ന് ഒരിക്കലും നന്ദോടിന് ആഗ്രഹിക്കുകയും വേണ്ട, എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് ഗൗതം അങ്ങോട്ടേക്ക് പോകണം. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പിങ്കിയും നന്ദുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ട. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.